ടീമംഗങ്ങളെ ക്ഷണിച്ചോളുന്നു. മനസ്സു നന്നാവട്ടെ, മനമേതെങ്കിലുമാവട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനമേതെങ്കിലുമാവട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ, സുരവില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിലങ്കീരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. Good morning all. ഇന്ന് ഡിസംബർ 3 ആഗോളതലത്തിൽ ഭിന്നശേഷി ദിനമായി ആചരിക്കപ്പെടുകയാണ്. PSMO കോളേജും തിരൂർ ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വരം കൂട്ടായ്മയുമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഡിസംബർ 3 ഭിന്നശേഷി ദിനാചരണം 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2019 ഡിസംബർ 3 ഇവിടെ വെച്ച്, ഈ ഹാളിൽ വെച്ച് അന്നത്തെ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തുടങ്ങി. കഴിഞ്ഞ വർഷം കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ പ്രോഗ്രാമിൽ നടത്തി. ഈ വർഷം വീണ്ടും കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമായി നടത്തപ്പെടുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ നമ്മുടെ കോളേജിൽ എത്തിച്ചേർന്ന ആദരണീയായ മലപ്പുറം
ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി MK റഫീഖാമ്മ, ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന തിരുരങ്ങാടി യത്തീംഖാനയുടെ ജനറൽ സെക്രട്ടറിയും PSMO കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി ചെയർമാനുമായ ആദരണീയായ MK ബാബാസാഹിബ്, കേരള ഹെൽത്ത് സർവീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വരം കൂട്ടായ്മയുടെ നട്ടല്ലായി എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ വിനോദ് സർ, 2019 മുതൽ ഞാൻ ആദ്യമായി 19-നാണ് ഡോക്ടർ ജാവേദ് അലി സാറെ പരിചയപ്പെടുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഒരു സഹോദരനെ പോലെ പല സമയത്തും പല കാര്യങ്ങളിലും വിളിച്ചും നേരിട്ടുമൊക്കെ ഇത്തരം പരിപാടികളിൽ സംബന്ധിക്കാറുണ്ട്. ഈ വർഷത്തെ പരിപാടിയിൽ ജസ്റ്റ് 1-2 കോളുകൾ വിളിച്ച് ഞങ്ങൾ അറേഞ്ച് ചെയ്തതാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ PSMOയിൽ എത്തിയ പ്രിയപ്പെട്ട ഡോക്ടർ ജാവേദ്, സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ ഒരു ക്രിക്കറ്റ് ടീമുണ്ട്. ആ ക്രിക്കറ്റ് ടീം അംഗങ്ങളായി, അത് കുട്ടികൾക്ക് ഒരു ആവേശമായി എടുക്കേണ്ടത് നിങ്ങൾ. ആ ക്രിക്കറ്റ് ടീമിന്റെ അംഗങ്ങളായ പ്രിയപ്പെട്ട ആകാശ്, കരീം, റയീസ്, ഈ 3 പേരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇന്ത്യൻ ഭിന്നശേഷി ക്രിക്കറ്റ് ടീം. അവരെയും കൂടെ നമ്മൾ ഇന്ന് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതാണ്. കുട്ടികൾ ശരിക്കും ചിന്തിക്കണം, അവരിന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഏത് തലത്തിലുള്ള പരിപാടിയാണെന്ന്. അതുകൊണ്ട് അവർക്ക് വലിയ ഒരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് PSMO പരിപാടി സ്റ്റാഫ് ക്ലബിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഷിബിനു, NSSന്റെ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മുനവർ അസീം, PSMO കോളേജ് സ്റ്റുഡന്റ് ഇനിഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് SIPയുടെ കോർഡിനേറ്റർ മിസ് അഞ്ജു മസൻ, ഓഫീസ് സൂപ്രണ്ട് മുജീബ് റഹ്മാൻ കാരി, നമ്മുടെ കോളേജിൽ ഇപ്പൊ 2nd സെമസ്റ്റർ BA ഹിസ്റ്ററി പഠിക്കുന്ന, ഈ പരിപാടിയെ പറ്റി വളരെ മുൻകൂട്ടി തന്നെ സർ എന്തെങ്കിലും പരിപാടി കോളേജിൽ ചെയ്യുന്നുണ്ടോ എന്ന് മുൻകൂട്ടി ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന, എല്ലാ പരിപാടിയും ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അക്ഷയ്, കോളേജിൽ ഈ അക്കാഡമിക് വർഷത്തിന്റെ തുടക്കത്തിൽ നടന്ന ഇന്റർവ്യൂവിൽ നിയമിതനായ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകൻ 100% കാഴ്ച പരിമിതിയിൽ മുമ്പോട്ട് പോകുന്ന, എന്നാൽ നമ്മുടെ ഒക്കെ കണ്ണുകൾ ഇന്ന് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ് ക്യാമ്പസിൽ അദ്ദേഹം നീങ്ങുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഷിബിലി, NSSന്റെ സെക്രട്ടറി ഇർഷാദ്, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥിനികളെ, നമ്മൾ ഇന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ യുണൈറ്റഡ് നേഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് ഭിന്നശേഷി ദിനമായി ആചരിക്കപ്പെടുകയാണ്. ഇത്തരമൊരു സമയത്ത് ഡിഫറൻറ്റ്ലി ഏബിൾഡ്, ഭിന്നശേഷി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചില കാര്യത്തിൽ അവർക്ക് പരിമിതികളുണ്ട്, എന്നാൽ വേറെ ചില മേഖലകളിൽ വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ട് ദൈവം അനുഗ്രഹിച്ച ആളുകളാണ്. അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കപ്പെടുമ്പോൾ
ഭിന്നശേഷി അവകാശങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. അവർക്ക് വേണ്ടത് സിമ്പതിയല്ല. ഞാൻ ആദ്യമായിട്ട് പറയാണ്, അവരാരും നമ്മുടെ ഒരു സിമ്പതിയും ആഗ്രഹിക്കുന്നില്ല, അവരാഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് നമ്മുടെയൊക്കെ കരുതലാണ്. ഇത്തരം കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരുടെയും കരുതലുണ്ടാവണം. BSMO കോളേജ് ക്യാമ്പസിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പ്രയാസമുള്ള കുട്ടികളെ നമ്മുടെ കോളേജിലെ കുട്ടികളും അധ്യാപകരും ഏറ്റെടുത്തുകൊണ്ട് ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ കൂടെ കൂട്ടിക്കൊണ്ട്, നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇവിടെ ഡിഗ്രി കഴിഞ്ഞു പോയ അതുൽ കൃഷ്ണ എന്ന് പറയുന്ന കുട്ടി ഉണ്ടായിരുന്നു BCom-ൽ. 2019 പരിപാടിയിൽ വെച്ച് അതുലിന് ഒരു ഓട്ടോമേറ്റഡ് വീൽ ചെയർ തിരുവല്ല പരിപാടിയിൽ വരം കൂട്ടായ്മ നൽകുകയുണ്ടായാണ്. അതുല് ക്യാമ്പസിൽ അമ്മ ഇവിടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികള് എല്ലാ സ്ഥലത്തും, അതില് എത്താത്ത ഒരു സ്ഥലം ക്യാമ്പസിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ അവസാന വർഷ കുട്ടികൾ ടൂറ് പോയ സമയത്ത് വീൽ ചെയറിൽ അവർ പോയ ആ ടൂറിൽ അതുലിനെയും അമ്മയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ മുൻകൈ എടുത്തുകൊണ്ട് ആ ടൂറിൽ പോലും പങ്കെടുപ്പിച്ചിട്ടുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇതാവണം അവർക്കുള്ള കരുതൽ. ഇന്നെനിക്കറിയാം, ഷിബിലി രാവിലെ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ കാണുന്നത് 3 ആളുടെ കൂടെയാണ്. ഞാൻ അവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായ ഡോക്ടർ മുനവർ അസീം, അല്ലെങ്കിൽ ഡോക്ടർ ഷബീർ, അല്ലെങ്കിൽ ഡോക്ടർ നാസർ. എപ്പോഴും ഷിബിലിക്ക് 6 കണ്ണുകളുണ്ട് ക്യാമ്പസിൽ. എപ്പോഴും അവരെ കൂട്ടത്തില് കൈപിടിച്ചുകൊണ്ടാണ് ഷിബിൽ ഇന്ന് BSMO കോളേജ് ക്യാമ്പസിൽ പോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പോ ഭിന്നശേഷിക്കാരായ ആളുകളെ നിയമനത്തിൽ ഇത്ര ശതമാനം നിയമിക്കണമെന്ന് ഓർഡർ ഉണ്ട്. പക്ഷേ എയ്ഡഡ് കോളേജുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് ഭേദഗതി വരുത്തിയിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ നിയമനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കേരളത്തിലെ വലിയ 2 കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ കേസ് നടത്തി ഇതിനെതിരെ. ഹൈക്കോർട്ട് കേസ് തള്ളി, സുപ്രീം കോർട്ട് വരെ പോയി, സുപ്രീം കോർട്ടും കേസ് തള്ളി. വലിയ 2 കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ കോളേജുകൾ നടത്തുന്ന അവിടെയാണ് ഈ കഴിഞ്ഞ കോമ്പസിന്റെ ഇന്റർവ്യൂവിൽ ഞാനിവിടെ മാനേജോട് ചോദിച്ചല്ല പറഞ്ഞു, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. 42 ആളുകൾ പങ്കെടുത്ത ഒരു ഇന്റർവ്യൂവില് ബാബാക്ക് പറഞ്ഞൊരു വാക്കാണ്, നമ്മളല്ലാതെ ആരാണ് ഇവർക്കൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. ആ ഒരു വാക്ക് വല്ലാത്തൊരു വാക്കാണ്. അത് പറഞ്ഞുകൊണ്ട് ഷിബിലിയെ അപ്പോയിന്റ് ചെയ്ത ബാബാക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മള് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് ഭേദഗതിക്ക് കാത്തു നിന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, BSMO കോളേജ് വ്യത്യസ്തമായി പോകുന്ന ഒരു ക്യാമ്പസാണ്. അവിടെ എനിക്കറിയുമ്പോൾ MA ഹിസ്റ്ററിയിൽ ഈ വർഷം ഷിബിലിയെ പോലെ 100% കാഴ്ച പരിമിതിയായ ഒരു പെൺകുട്ടിയുണ്ട്, രമ്യ. ഹോസ്റ്റലിലാണ്. ഞാൻ ഇന്നലെ കണ്ടു. ഇന്നലെ ഹിസ്റ്ററി HOD സെലീന മിസ്സിന്റെ കൂടെയാണ് ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വന്നിട്ട് എന്റെ റൂമിൽ വന്നിരുന്നു. ഞാൻ മിസ്സിനോട് പറഞ്ഞു, പിന്നെ മിസ്സിന് ഒരുപാട് തിരക്കിൽ പോകുന്ന ഒരു HOD-യാണ്. അപ്പൊ പിന്നെ എപ്പോഴും രമ്യയെ കൊണ്ട് നടക്കാന്നുള്ളത് ഒരു പ്രയാസമായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്നലെ രാവിലെ ഞാൻ സെല്ലാം മിസ്സിനോട് പറഞ്ഞതാണ്. മിസ് തന്നെ ഹോസ്റ്റലിൽ നിന്ന് കൂട്ടി കൊണ്ടുവന്ന് ക്ലാസ്സിൽ കൊണ്ടാക്കി തിരിച്ചു കൊണ്ടുപോകുന്ന. കഴിഞ്ഞ 2 വർഷം മുമ്പ് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു MA ഹിസ്റ്ററിയിൽ തന്നെ. ഇവരെയൊക്കെ ഇതാണ്, ഇങ്ങനെ ആവണം. എന്റെ പ്രിയപ്പെട്ട കുട്ടിയോട് എനിക്ക് പറയാനുള്ളതാണ്. ഒരുപാട് കുട്ടികൾ ഈ വർഷം അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ മുമ്പോട്ട് എത്തിക്കാനുള്ള വേദി ഒരുക്കിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അതാവണം BSMO-യുടെ ഇത്തരം ഒരു പരിപാടി നമ്മൾ എടുക്കേണ്ട തീരുമാനം. അങ്ങനെ നല്ല ഒരു നെയ്യത്ത് എല്ലാവരും എടുക്കുക. അങ്ങനെ ഈ വർഷത്തെ ഭിന്നശേഷി ദിനാചരണം ഏറ്റവും നല്ലൊരു പരിപാടിയാവട്ടെ. ഈ ഒരു സന്ദേശം പ്രത്യേകിച്ചും ഈ വർഷത്തെ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഒരു തീമുണ്ട്. ആ തീമും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
ആ തീം ഇങ്ങനെ ലീഡർഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ടുവേർഡ്സ് an inclusive, accessible and sustainable post-COVID-19 world. പ്രത്യേകിച്ചും കോവിഡ് വന്നതോടുകൂടെ ഏറ്റവും പ്രയാസം അനുഭവപ്പെട്ട ഒരു വിഭാഗവുമാണ് ഭിന്നശേഷി ഉള്ള ആളുകൾ. പലപ്പോഴും അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി ലോക്ക്ഡൌണും ആ ഒരു പോസ്റ്റ് ലോക്ക്ഡൌൺ പീരീഡും. നമ്മളൊക്കെ എല്ലാ ദിവസവും പുറത്തു പോകുന്നവരാണ്. അവരും ഇത്തരം പരിപാടികൾ പങ്കെടുക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പുറത്തു പോയിരുന്നത്. ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഓർഡർ ഉണ്ട്, ഇത്തരം കുട്ടികളെ കോളേജ് ക്യാമ്പസിലേക്ക് നിർബന്ധിക്കരുതെന്ന് പറഞ്ഞിട്ട്. എങ്കിലും കുട്ടികൾ നമ്മുടെ കോളേജിൽ വരാറുണ്ട്. നമ്മുടെ അക്ഷയ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അക്ഷയ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അക്ഷയ് പലപ്പോഴും എന്നോട് മുൻകൂട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സാർ നമ്മൾ എന്തെങ്കിലും പരിപാടി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അക്ഷയ് തന്നെ അവരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനതിൽ അംഗമാണ്, ജാമ്യത്തിലൊക്കെ ഇതിൽ അംഗമാണ്. നമ്മുടെ കോളേജിലെ ഞാൻ ബാബുരാജൻ സാർ എത്തുമ്പോൾ അധ്യാപകർ അതിൽ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, ഈ ഒരു ദിവസം നിങ്ങൾ ഏറ്റെടുക്കണം. ഈ ഒരു സന്ദേശം ബാക്കിയുള്ള കുട്ടികളിലേക്ക് എത്തിക്കണം. ഓക്കെ, ഇത്തരം കുട്ടികളെ നമ്മുടെ ചേർത്ത് പിടിച്ചുകൊണ്ടാവണം ക്യാമ്പസിൽ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള 3 വർഷത്തെ പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കത്തിൽ കിടക്കുകയാണ്. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നത് നമുക്കൊക്കെ അറിയാം, നമ്മുടെ പ്രിയങ്കരനായ യത്തീംഖാനയുടെ പ്രസിഡന്റും കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗവും കൂടെയായ നമ്മുടെ MLA KP മജീദ് സാഹിബായിരുന്നു. വളരെ അവിചാരിതമായിക്കൊണ്ട് പെട്ടെന്നൊരു മീറ്റിംഗ് വന്നതുകൊണ്ട് നമുക്ക് ആളെ മാറ്റേണ്ടി വന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നലെ രാത്രി 9 മണിക്കാണ് മജീദാക്ക തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മാമിനെ വിളിച്ചത്. ഞാൻ വിളിക്കുന്നത് 9 മണിക്കാണ്. എന്നിട്ടും PSMO കോളേജിലേക്ക് എത്തി. ഇത് നമ്മുടെ കൂടെ ഈ ഭിന്നശേഷി ദിനാചരണം ഉദ്ഘാടനം ഇവിടെ നമ്മുടെ കൂടെ എത്തിയ മിനിമം ടൈമിലാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ്. അതിലേറെ മലപ്പുറം ജില്ലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ മലപ്പുറത്ത് ഞാൻ പല മീറ്റിങ്ങിലും പങ്കെടുക്കുന്നതാണ്. ചൈൽഡ് ലൈൻ നോഡൽ സെന്റർ എന്ന നിലക്ക് അതിലൊക്കെ മാം ഉണ്ടാവാറുണ്ട്. അത് വളരെ സജീവമായിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തരുന്ന വ്യക്തിത്വമാണ്. ഏതായാലും PSMO കോളേജിലേക്ക് ഇന്ന് ആദ്യമായിട്ട് കടന്നു വന്നൊരു വ്യക്തിയാണ്. ഇതിനു മുമ്പ് നമ്മുടെ ക്യാമ്പസിൽ വന്നിട്ടില്ല. വളരെ സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി PSMO കോളേജിന് വേണ്ടി നമുക്ക് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് റഫീഖ മാമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അധ്യക്ഷം വേദി അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാനേജറാണ്. കോളേജിന്റെ എല്ലാ പരിപാടിയിലും അദ്ദേഹമുണ്ട്. ഞാനിത് പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ഇങ്ങനെ ഒരു ഡിസംബർ 3 എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് പറഞ്ഞത് വരം കൂട്ടായ്മയുടെ കാര്യമാണ്. നേരത്തെ നടത്തിയ പരിപാടിയിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമാണ്. ഏതായാലും ഇന്ന് നമ്മുടെ കൂടെ വരവുമായി ചേർത്ത ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ നമ്മുടെ കൂടെ എത്തിയ ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജർ ബാവാക്കയെ വളരെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ കീനോട്ട് സ്പീച്ച് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഹെൽത്ത് സർവീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറും ഇപ്പോ മലപ്പുറം ജില്ലയുടെ കോവിഡ് വാർ ഗ്രൂപ്പിന്റെ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന വിനോദ് ഡോക്ടറാണ്. ഡോക്ടറാണ് ഇന്ന് മുഖ്യ പ്രഭാഷണം കുട്ടികളോട് പറയാനുള്ളത്. അതൊരു ഇന്ററാക്റ്റീവ് സെഷനായി നിങ്ങൾ കൊണ്ടുപോകണം. നല്ല ഒരു ചർച്ച നടക്കണം 2 കാര്യത്തിലും. അത് കോവിഡുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും. വളരെ സന്തോഷത്തോടെ ഇന്ന് വീണ്ടും PSMOയിലേക്ക് കടന്നു വന്ന വിനോദ് ഡോക്ടറെ വളരെ ആദരവോടെയാണ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. എന്റെ പ്രിയ സുഹൃത്ത് ജാവേദ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു സഹോദരനെ പോലെ ആ ഒരു ഇന്റിമസിയാണ്. ആ ഒരു ബന്ധം 3 വർഷമേ ആയിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ ശുദ്ധമായ മനസ്സാണ്. ഞാൻ പല പരിപാടിയിലും സംബന്ധിക്കാറുണ്ട് ഒരുമിച്ച്. വളരെ സന്തോഷത്തോടെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ജാവേദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ പറഞ്ഞു, ക്രിക്കറ്റ് ടീമിന്റെ കേരള ക്രിക്കറ്റ് ടീമിന്റെ അംഗങ്ങളും ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതുമായ പ്രിയപ്പെട്ട കുട്ടികളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരാണ് മുൻപിലിരിക്കുന്നവർ. ഈ പരിമിതിയിൽ നിന്നുകൊണ്ടും ഇന്നിവിടെ ഒരു ക്രിക്കറ്റ് കളി തന്നെ പ്ലാൻ ചെയ്തതാണ്.
ഡോക്ടറിനോട് പറഞ്ഞതാണ്, ആ 11 അംഗങ്ങളെയും ഇന്ന് PSMOയിൽ കൊണ്ടുവന്നിട്ട് നമുക്കൊരു ക്രിക്കറ്റ് കളി ഇവിടെ വെച്ച് ഇത് കഴിഞ്ഞിട്ട് നടത്താമായിരുന്നു ജാവേദ് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ വൈകി പെയ്ത മഴ കാരണം നമ്മുടെ ഗ്രൗണ്ട് വെള്ളത്തിലാണ്. പിന്നീട് നമുക്ക് ഇവിടെയാണ് ഫ്രണ്ടിലാണെങ്കിൽ ക്രിക്കറ്റ് കളിക്ക് പറ്റിയ ഒരു സ്ഥലമില്ലാത്തത് കൊണ്ടും എത്തിക്കാന ഗ്രൗണ്ടിലാണെങ്കിൽ ഇപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പിന്നെ അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ടും അത് മാറ്റി വെച്ചുകൊണ്ട് അതുകൊണ്ട് ഇന്ന് PSMOയിൽ നടക്കേണ്ട ക്രിക്കറ്റ് കളി ഇന്ന് തിരൂർ നടക്കാൻ പോവുകയാണ്. ഓക്കെ, ഏതായാലും ക്രിക്കറ്റ് കളിയുടെ അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. നമ്മുടെ കോളേജിലെ സ്റ്റാഫ് അംഗങ്ങൾ വീണ്ടും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും മുമ്പിലിരിക്കുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ബാക്കി പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആദരണീയ ബാബ സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസ്, ഇന്ന് നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കാനായി നമ്മുടെ കോളേജിൽ എത്തിച്ചേർന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, അതുപോലെ തന്നെ ഈ പരിപാടി കീനോട്ട് അഡ്രസ് നിർവഹിക്കാൻ എത്തിയിട്ടുള്ള ഡോക്ടർ വി വിനോദ്, അസിസ്റ്റന്റ് ഡയറക്ടർ കേരള ഹെൽത്ത് സർവീസ്, ഈ പരിപാടിയുടെ എല്ലാമായ ഡോക്ടർ ജാവദ് അനീസ്, HOD ഡിപ്പാർട്ട്മെൻറ്റ് EMR ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തിരൂർ, കൺവീനർ വരം, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സ്റ്റേജിൽ ഉപവിഷ്ടരായ മറ്റു വ്യക്തിത്വങ്ങളെ, ഇതിലുപരി ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ള എൻ്റെ PSMO കോളേജിലെ വിദ്യാർത്ഥിനിക്ക് സുഹൃത്തുക്കളെ നമസ്കാരം. PSMO കോളേജിൽ വെച്ച് 2019 ഇതുപോലെ വരത്തിൻ്റെ ഒരു പരിപാടി ഇവിടെ ഡോക്ടർ ജാവദ് അനീസിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലൂടെ നിർവഹിച്ചത്. കഴിഞ്ഞ വർഷം തന്നെ കോവിഡ് ആയതുകൊണ്ട് അതൊരു ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് നടന്നു കഴിഞ്ഞു. വീണ്ടും കോവിഡ് എന്ന മഹാമാരിയുടെ ചെറിയൊരു ആശ്വാസം കൊണ്ട് ഇന്ന് അത് ഓഫ്ലൈനായിട്ട് തന്നെ നമ്മുടെ കോളേജിൽ വെച്ച് നടക്കുകയാണ്. ഇതിനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പ്രിൻസിപ്പളോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും ഇന്ന് ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമാണ്. അത് എല്ലാ ലോകത്ത് മൊത്തത്തിൽ ഇതുപോലുള്ള ഓരോ ഫംഗ്ഷനുകളൊക്കെ നടക്കുന്നുണ്ടാവും. ഈ പരിപാടി നമ്മുടെ ഇപ്പോൾ തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഭിന്നശേഷിയുള്ള കുട്ടികൾ നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ വർഷം ഷിബിലി ഇവിടെ വന്നു. ആ രീതിയിലുള്ള അവരെ സഹായിക്കുക, ഇവിടെ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ അവരെ സഹായിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ എടുത്ത് പറഞ്ഞതുപോലെ ഷിബിലിയുടെ കൂട്ടത്തിൽ 6 കണ്ണുകളാണെന്ന് പറഞ്ഞു. ഒരു കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ 3 വ്യക്തിത്വങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ട്. കുറച്ച് മാത്രമേ അവർക്ക് അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. പിന്നെ നമ്മളെക്കാട്ടി കണ്ണുള്ളവരെക്കാട്ടും കൂടുതൽ ഉഷാറായിട്ട് നമ്മൾ ഈ ക്യാമ്പസിലൊക്കെ നടക്കും. കാരണം ഷിബിലിയുടെ ഒക്കെ പ്രകൃതിയാണ്. അദ്ദേഹം എല്ലാം വേഗം ഗ്രാസ്പ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളെ ഷിബിലി എൻ്റെ അടുത്ത് ആദ്യം തന്നെ വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാം. പിന്നെ അദ്ദേഹം എപ്പോഴും എന്നെ വെച്ച് കോൺടാക്ട് ചെയ്യും, ഇപ്പോഴും ഫോണിലൊക്കെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ അവർക്ക് നമ്മൾ നല്ലൊരു മനസ്സുള്ള ആളുകൾക്കൊക്കെ ഇത്രയും ചെയ്യാൻ കഴിയുന്നത്. ഇത്തരം ആളുകൾ അങ്ങനത്തെ നല്ലൊരു മനസ്സുണ്ടാവും. അപ്പോൾ ഈ ലോകം കാണാതെ അത്തരം എന്താണ് ഇതെന്ന് അവർക്ക് അറിയാതെ ഇതിനെപ്പറ്റി മനസ്സിലാക്കണം. അപ്പോൾ നമ്മളോട് കുറച്ച് സഹായങ്ങളും നമ്മളെ ഹെൽപ്പുകളൊക്കെ കുറച്ച് കാലത്തേക്കൊക്കെ ആവശ്യം വരുള്ളൂ.
നമ്മുടെ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ തിരുവങ്ങാടിയിൽ ഒരാൾ ആഴ്ചയിലൊരു ദിവസം ഇതുപോലെ ഒരു ഭിന്നശേഷി അദ്ദേഹം വരും, കണ്ണാണാത്ത ആളാണ്. രാവിലെ ഓരോ കടയുടെ മുറ്റത്ത് പോയി മോമതെ അബൂബക്കറെ ഒക്കെ അദ്ദേഹം ആ കടക്കാരെ വിളിക്കും. അപ്പോൾ അദ്ദേഹത്തെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരുള്ളൂ. അപ്പം അത്തരം ഇതാണ് അവർ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ആ കടൻ്റെ മുന്നിൽ തന്നെ പോയിട്ടാണ് അവരത് വിളിക്കുന്നത്. നമ്മൾ കണ്ണുള്ള നമുക്ക് തന്നെ അത്രയൊന്നും അതിൽ കഴിയാൻ കഴിയുന്നില്ല. ആളുകളുടെ പേര് വരെ. അപ്പം അത്രക്കും അവർക്ക് നമ്മളെക്കാട്ടി കുറേയൊക്കെ കുറച്ചുകൂടിയൊക്കെ നല്ല പച്ചറപ്പ് കൊടുക്കും, യാതൊരു സംശയമില്ല. പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ അത് ചിലപ്പോൾ ഷിബിലിക്കൊക്കെ ജന്മനാ വന്നതാണ്. ഷിബിലിക്കും ഷിബിലിൻ്റെ സിസ്റ്ററും അങ്ങനെ തന്നെയാണ്. രണ്ട് പേരാണ് അവരെ ഫാമിലിയിൽ ഉള്ളത്. അപ്പാക്കും അമ്മാക്കും 2 കുട്ടികളാണ്. 2 പേർക്കും ഇത് അവസ്ഥയാണ്. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് ഇതിനൊക്കെ കണ്ണു കാണാത്ത അവസ്ഥയൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇടയിൽ തന്നെ വരും. അതുപോലെ തന്നെ കാല് കൈ അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരും. ഇതൊക്കെ നമുക്കൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കും. ഒരു ആക്സിഡൻറ്റിലെ കൂടെ എൻ്റെ സുഹൃത്തിൻ്റെ ബഷീർ മമ്പുറം അദ്ദേഹം ഒരു ആക്സിഡൻറ്റിലെ കൂടിയാണ് ഇപ്പോൾ വീൽ ചെയറിലായത്. ഇവിടെ കാണുന്നില്ല, ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ അദ്ദേഹം വരുന്നതാണ്. മമ്പുറത്തെ ഉള്ള ബഷീർ എൻ്റെ കൂടെ ഞാൻ BSM കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ എൻ്റെ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഭിന്നശേഷിക്കാരൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ PDCയിൽ 2 ഫോർത്ത് റൂമിലായിരുന്നു ഞാൻ ഈ കോളേജിൽ പഠിച്ചിരുന്നത്. അന്ന് എൻ്റെ ശേഷി ഒരു അച്യുതൻ എന്ന് പറഞ്ഞ എൻ്റെ ഭിന്നശേഷി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഒപ്പഴി ഇരിക്കൽ. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് അവരോട് കൂടുതൽ താല്പര്യങ്ങൾ എന്തായാലും വരും. അപ്പോൾ അതൊക്കെ വേണം. അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഞങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കോളേജിലൊക്കെ പുതുതായിട്ട് വർഷം വന്നു ചേർന്ന ഡിഗ്രി സ്റ്റുഡൻസാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. അവരെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സഹായിക്കാൻ ഉള്ള മനസ്സുണ്ടാവണം നമുക്ക്. അതാണ് നേരത്തെ നമ്മൾ പാടിയ മനസ്സ് നന്നാവട്ടെ എല്ലാവരും ഇതുള്ള കൂടെ നമ്മൾ കേട്ടത് ഫസ്റ്റ് തന്നെ. അപ്പോൾ ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ മനസ്സ് നന്നാവണം. അത് എല്ലാവരും സഹായിക്കാനുള്ളൊരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവണം. എല്ലാവരും കൂടുതൽ ഇതിൻ്റെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖയാണ്. ഇതിനായി ആദരപൂർവ്വം ഇവരെ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാന്യനും ആദരണീയനുമായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ PSM കോളേജിൻ്റെ മാനേജർ MK അബ്ദുറഹ്മാൻ, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ K അസീസ്, ഇവിടെ മുഖ്യ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്ന ഡോക്ടർ V വിനോദ്, അതുപോലെ തന്നെ NSS കോർഡിനേറ്റർ മുനവർ അസീം, SIP കോർഡിനേറ്റർ അഞ്ജും ഹസൻ, സെക്രട്ടറി കോളേജ് കൗൺസിൽ ഷിബിനു, സൂപ്രണ്ട് മുജീബ്, കോർഡിനേറ്റർ വരം മുജീബ് താനാളു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജാവേദു ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമുക്കറിയാം ലോകത്തെമ്പാടും ഭിന്നശേഷി ദിനമായിട്ട് ഡിസംബർ 3 ആചരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ പ്രമുഖരായ 2 ഡോക്ടർമാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നാണ്. കാരണം തിരൂർ ജില്ലാ ആശുപത്രി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു ജില്ലാ ആശുപത്രിയാണ്. ഈ ഡോക്ടർ ജാവേദിനെ കുറിച്ച് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടേറെ മാതൃകാപരമായ പദ്ധതികൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഇപ്പോൾ വരം എന്ന ഒരു കൂട്ടായ്മ ഏകദേശം 8 വർഷത്തോളമായി തുടക്കം കുറിച്ചിട്ട് തിരൂർ ജില്ലാ ആശുപത്രിയും ഇവരും തമ്മിൽ സംയുക്തമായിട്ട് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ മാനേജറും അതുപോലെ തന്നെ പ്രിൻസിപ്പളും സൂചിപ്പിച്ച പോലെ തന്നെ 3 വർഷത്തോളമായി നമ്മുടെ കോളേജും ഇതുമായി സഹകരിച്ചുകൊണ്ട് ഈ ദിനത്തിൽ ഒട്ടേറെ പ്രോഗ്രാമുകൾ നടപ്പിലാക്കി വരുന്നുണ്ട്.
നമുക്കറിയാം കോവിഡ് എന്നൊരു മഹാമാരിയിൽ നിന്നും നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ നമ്മുടെ രാജ്യത്ത് ഒമിക്രോൺ എന്നൊരു വൈറസ്, കോവിഡിന്റെ ഒരു വകഭേദം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം നമ്മൾ ആചരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഭാഗക്കാരെ ഓർക്കാൻ നമ്മൾക്ക് ഒരു ദിനം വേണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സഹതാപത്തോടെ അല്ലെങ്കിൽ അനുകമ്പയോടെ ഇത്തരത്തിലുള്ള ആളുകളെ നോക്കുന്നതിന് പകരം ഒട്ടേറെ വികാരങ്ങളും വിചാരങ്ങളും അതുപോലെ തന്നെ ഒട്ടേറെ കഴിവുകളുമുള്ള വ്യക്തിത്വങ്ങളാണ് ഈ വിഭാഗം എന്ന് പറയുന്നത്. അവരെ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഇന്നലെ ജില്ലാ തലത്തിലൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. SSM പോളിടെക്നിക്കിൽ YIP പ്രോഗ്രാമായിരുന്നു, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. ഞാൻ പ്രിൻസിപ്പലോട് ചോദിച്ചു, നമ്മുടെ കോളേജും അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനവും അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു. ഒട്ടേറെ നൂതന ആശയങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് YIP പ്രോഗ്രാം. എനിക്കുണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി, ആ പൂർവ്വ വിദ്യാർത്ഥി ഒരു ശാരീരിക മാനസിക ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ഇന്ന് അദ്ദേഹം ഒരു ബില്യണയറാണ്. അങ്ങനെ പറയുമ്പോൾ ആ കോളേജിലെ പ്രിൻസിപ്പൾക്ക് തന്നെ, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പൾ അവിടെ ഇരുന്നത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് ഉണ്ടായത്. അവിടെ പഠിച്ച ഈ പരിമിതികളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറി അദ്ദേഹം ഇന്നൊരു ബില്യണറായി എന്ന് പറയുമ്പോൾ അത്രയും ഇത്തരത്തിലുള്ള ആളുകൾ, ഒട്ടേറെ കഴിവുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതിനുള്ള ഒരു തെളിവാണ് അത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇവിടെ ഈ പരിപാടി തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ, മലപ്പുറത്ത്, അങ്ങനെ എല്ലായിടങ്ങളിലും ഇന്ന് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇപ്പൊ ഉച്ചയ്ക്ക് 3 മണിക്ക് തിരൂരിൽ തന്നെ ഭിന്നശേഷിക്കാരുടെ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ തോന്നും, ഇവർക്ക് ഇതിനൊക്കെ കഴിയുമോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ ഓക്കെ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്ന നമ്മളെക്കാൾ കൂടുതൽ കഴിവുകളുള്ള ആളുകളാണ് ഇവര്. ഇവിടെ ഒരു വിദ്യാർത്ഥി, നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥിയെ കുറിച്ച് ഇവിടെ പ്രിൻസിപ്പൽ സൂചിപ്പിക്കുകയുണ്ടായി. അവൻ കോളേജിലേക്ക് വരുമ്പോ തന്നെ അവന്റെ കൂടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട് എന്ന് പറയുന്നു. ഞാൻ ഈ അടുത്ത് കൊടൂർ ഗ്രാമപഞ്ചായത്തില് പുൽത്തകിടിൽ ഇത്തിരി നേരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ആ പഞ്ചായത്തിനകത്തെ ഇത്തരത്തിലുള്ള കുട്ടികളെ ഒരു 7th കൊണ്ടുവന്ന് അവരെ കളിപ്പിക്കുകയാണ് ചെയ്തത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കോവിഡൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. അത്തരത്തിലുള്ള ആ കുട്ടികളെ ഒക്കെ കൊണ്ടുവന്ന് അവർക്ക് 2 മണി മുതൽ 6 മണി വരെ അവർ ആടിയിട്ടും പാടിയിട്ടും അതിനകത്ത് കളിച്ചുമൊക്കെ അവർ ഒട്ടേറെ സമയം ചെലവഴിച്ചപ്പോൾ നമുക്ക് തന്നെ വലിയ സന്തോഷമാണ്. അങ്ങനെ ഞാനൊരു രക്ഷിതാവിനെ പരിചയപ്പെട്ടപ്പോ അവർക്ക് 4 മക്കളാണ്. ഈ 4 മക്കളും ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ആ ഒരു രക്ഷിതാവിന്റെ അവസ്ഥ എന്തായിരിക്കുന്നത്. 3 കുട്ടികളും സംസാരശേഷിയേ ഇല്ല, അവർക്ക് ഒന്നും അറിയില്ല. നമ്മൾ ചോദിച്ചാലും ഒന്നും അറിയാത്ത അത്രയും ശാരീരിക മാനസിക വൈകല്യമുള്ള 3 കുട്ടികൾ. പിന്നെ ഒരു ചെറിയൊരു കുട്ടി, ആ ഉമ്മ എനിക്ക് തോന്നുന്നു ഒരു 10 മാസമായിട്ടുള്ള ആ കുട്ടിക്കും അതേ അവസ്ഥയാണ്. ആ ഒരു രക്ഷിതാവിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ വലിയ പ്രയാസമായിരിക്കും, മാനസിക പ്രയാസമായിരിക്കും. ഇന്ന് സർക്കാർ തലത്തിൽ നമുക്കറിയാം, നമുക്ക് അനുവദിച്ചു തരുന്ന ഫണ്ടിന്റെ ഇത്ര ശതമാനം തുക ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചത് കൊണ്ട് മാത്രമാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിലേക്ക് മാറ്റിവെക്കുന്നത്. കാരണം മാറ്റിവെക്കാതെ ജില്ലാ ആസൂത്രണ സമിതിയിൽ നിന്ന് ആ പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കരുത് എന്ന് സർക്കാർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചായത്തുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പൊ സർക്കാർ തന്നെ പറഞ്ഞു ആ വിഭാഗത്തിൽ നിന്ന് സ്കോളർഷിപ്പിനെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തരുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ അത് കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് സർക്കാർ ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ജില്ലാ ആസൂത്രണ സമിതി, അതിന്റെ ചെയർമാൻ കൂടിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, മലപ്പുറത്തെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയെ ഒരു ഭിന്നശേഷി സൗഹൃദ ജില്ലയായി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു അജണ്ട തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണ്. വരുന്ന 5 വർഷം കൊണ്ട്, കാരണം ഈ ഭരണസമിതിയുടെ
1 വർഷത്തെ കാലാവധി കഴിഞ്ഞു. വരുന്ന 5 വർഷം കൊണ്ട് മലപ്പുറം ജില്ലയെ ഒരു ഭിന്നശേഷി സൗഹൃദ ജില്ലയായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നോഡൽ ഓഫീസറായി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് ഒരു ഭിന്നശേഷി സൗഹൃദ ജില്ലയായി നമ്മൾ അതിനെ മാറ്റുമ്പോൾ ഒട്ടേറെ കടമ്പകൾ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം അത് ഒരു ആശയമാണ്. ആ ആശയത്തെ ഒരു പദ്ധതിയായി കൊണ്ടുവന്ന് നമ്മുടെ ജില്ലയിൽ അത് പ്രാവർത്തികമാക്കുകയാണ്. അതിന് ഇത്തരത്തിലുള്ള നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോളേജിലെ അധ്യാപകരുടെ ഒക്കെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടും. അപ്പൊ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ കൂടെ ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് അതിനൂതനമായ സാങ്കേതിക വിദ്യകളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കോഡിങ്ങിന്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ ഏകദേശം 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിംഗ് അഥവാ കോഡിംഗ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പുതിയൊരു പദ്ധതിക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ട ചർച്ച നാളെ നടക്കുകയാണ്. നമ്മുടെയൊക്കെ കോളേജുകളിലെ NSSന്റെ അധ്യാപകരെ വിളിച്ചു കൊണ്ടുവന്ന് ആ NSSന്റെ കുട്ടികളെ ഞങ്ങൾ അതിന്റെ ഈ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ആ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ദിവസം മുതൽ അതിന്റെ ഇതിലേക്കുള്ള എൻട്രികൾ ഞങ്ങൾ ക്ഷണിച്ചു തുടങ്ങണം. അപ്പൊ എനിക്ക് ഡോക്ടറോടൊക്കെ സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള നമ്മുടെ കുട്ടികളെ 1 ലക്ഷം കുട്ടികളെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ. നമുക്കറിയാം, ശാരീരിക വൈകല്യമുള്ള കുട്ടികളെ, ഞാനിത് ചോദിച്ചപ്പോൾ മാനസിക വൈകല്യമുള്ള കുട്ടികളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ശാരീരിക വൈകല്യമുള്ള 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഇത്തരത്തിലുള്ള കുട്ടികളെ ഇതിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഒട്ടേറെ മുന്നോട്ട് ഇനിയും പോകാനുണ്ട്. നമുക്കറിയാം, കോവിഡ് എന്നൊരു മഹാമാരി വന്ന സമയത്ത് ഇവിടെ പ്രിൻസിപ്പൽ സൂചിപ്പിച്ച പോലെ അല്ലെങ്കിൽ മാനേജർ സൂചിപ്പിച്ച പോലെ വളരെ പ്രതിസന്ധിയിലായ ഒരു വിഭാഗമായിരുന്നു ഈ ഭിന്നശേഷി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഈ വിഭാഗം. പുറത്തു പോകാൻ കഴിയാതെ ഒരു വീടിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരവസ്ഥ. ഇന്ന് നമുക്കറിയാം, വിദ്യാലയങ്ങൾ നമുക്ക് തുറന്നു. പക്ഷേ എങ്കിലും കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരുന്നത് ഈ കുട്ടികളുടെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലെ ഹോസ്റ്റൽ തുറക്കുവാൻ ഇന്ന് നമുക്ക് സർക്കാർ അനുമതി തന്നിട്ടില്ല. അതും വലിയ പ്രയാസത്തിലാണ്. കുട്ടികൾ പറയണം ഹോസ്റ്റലിൽ വന്ന് നിൽക്കാനുള്ള അനുമതി കിട്ടിയിട്ടില്ല എന്ന്. നമുക്കറിയാം, ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത ഈ അവസരത്തിൽ ഇന്ന് നമ്മളോട് പറയുന്നത് വീണ്ടും ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളൊക്കെ ഒരു പക്ഷേ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഡോക്ടർ വിനോദ് ഡോക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കോവിഡിന്റെ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ജില്ലാ നോഡൽ ഓഫീസറാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും. ഞങ്ങൾ ബാലസൗഹൃദ ജില്ലയായി മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് മലപ്പുറത്തെ. അതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഞങ്ങൾ ഈ അടുത്ത് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് കളക്ടറേറ്റ് എന്ന് പറഞ്ഞത്, നിയന്ത്രണങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നറിയില്ല, ഒരു 200 പേരിൽ ഒതുക്കിക്കൊണ്ടായിരിക്കണം നമ്മളെ മീറ്റിംഗ് ഒക്കെ വിളിക്കേണ്ടത് എന്ന്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ 106 തദ്ദേശ സ്ഥാപനങ്ങളാണ് നിലവിൽ ഉള്ളത്. ഞാൻ 94 പഞ്ചായത്തിന്റെയും 12 മുനിസിപ്പാലിറ്റിയുടെയും കണക്ക് മാത്രമാണ് പറയുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഈ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ബഡ്സ് സ്കൂളുകൾ യാഥാർത്ഥ്യമാക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ജില്ലയിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ബഡ്സ് സ്കൂളുകൾ ഒരു 50-ൽ താഴെ മാത്രമാണ് ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. നമുക്കറിയാം, ഇവരെ വീട്ടിലാക്കി പോകാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഇവർക്ക് എന്തെങ്കിലും പുറത്തു പോകാൻ ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. പക്ഷെ നമ്മളെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ഈ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവിടാനും ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 10 മണി മുതൽ 4 മണി വരെ എന്നുള്ള ഒരു സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു അജണ്ടയായി തന്നെ എടുത്തുകൊണ്ട് നമ്മുടെ ഈ ലോക്കൽ ബോഡിയിലെല്ലാം ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, ഇവരുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആവശ്യമുണ്ട്.
കാരണം ഇവരുടെ കഴിവുകൾ, ഇവർക്ക് ഒട്ടേറെ കഴിവുകളുടെ വ്യക്തിത്വങ്ങളാണ്. ആ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മുടെ ജില്ലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി തന്നെ കളക്ടറുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 10 ഏക്കർ സ്ഥലമാണ് ഇതിന് നമ്മൾ നോക്കുന്നത്. മലപ്പുറം ജില്ലയിൽ റവന്യൂവിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എവിടെയാണോ 10 ഏക്കർ ഭൂമിയുള്ളതെങ്കിൽ അവിടെ നമ്മൾ നല്ലൊരു റീഹാബിലിറ്റേഷൻ സെന്റർ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ, അതോടൊപ്പം സർക്കാരിന്റെ സഹകരണത്തോടൊക്കെ കൂടി നമ്മളത് ജില്ലയിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, ഇത്തരം വിഭാഗങ്ങൾക്ക് ജോലിയിലായാലും ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിലൊക്കെ സംവരണങ്ങളുണ്ട്. നമുക്കറിയാം, ജോലിയിൽ ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ചത് 1% പോലും സംവരണം ഇപ്പോഴും ആയിട്ടില്ല എന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ മാറ്റി നിർത്തപ്പെട്ട ഒരു അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. പക്ഷെ നമ്മളെല്ലാവരും അവരെ നമ്മളുടെ കൂടെ, അല്ലെങ്കിൽ നമ്മളുടെ അനിയന്മാരായി, നമ്മളുടെ ഏട്ടന്മാരായി ഒക്കെ കണ്ടുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ഉള്ളൊരു നല്ല മനസ്സ് എന്റെ പ്രിയപ്പെട്ട ഓരോ വിദ്യാർത്ഥിനികൾക്കും ഉണ്ടാവണമെന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരിക്കലും നമുക്കറിയാം, അവരുടെ ആത്മവിശ്വാസം നമ്മുടെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ കോൺഫിഡൻസ് ഇല്ലാതാക്കുവാൻ നമ്മൾ ആരും ശ്രമിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തതായി ഈ വേദിയിൽ മാഗസിൻ റിലീസിംഗ് നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ സെക്കൻഡ് ഇയർ BA ഹിസ്റ്ററിയിൽ പഠിക്കുന്ന അക്ഷയ് എന്ന കുട്ടിയുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് ഒരു മാഗസിൻ പ്രകാശനം ചെയ്യുക എന്നുള്ളത്. ആ മാഗസിൻ്റെ വർക്ക് കംപ്ലീറ്റ് അവൻ സ്വന്തമായിട്ടാണ് അതിൻ്റെ DTP വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ആ മാഗസിൻ റിലീസിങ്ങിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ അത് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ കോളേജിന്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് സാറിനെയും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് HOD സെലീന മിസ്സിനെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി അക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു മൊമെൻ്റ NSS ടീമംഗങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു മൊമെൻ്റ റെഡിയാക്കിയിട്ടുണ്ട്. അത് നൽകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളേജിൻ്റെ പ്രിയപ്പെട്ട മാനേജർ ബാവ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി അക്ഷയിനെയും ക്ഷണിക്കുന്നു.
അടുത്തതായി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ വി വിനോദ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായിട്ട് നിങ്ങൾ അനുകരിക്കാൻ പറ്റാത്തൊരു കാര്യം ചെയ്യുകയാണ്. കാരണം കോവിഡിൻ്റെ കാലഘട്ടമാണ്. ശരിക്കും പബ്ലിക്കിൽ നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മളെ ഒരു മെസ്സേജ് കാര്യങ്ങൾ പറയുമ്പോൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. നമ്മുടെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എം കെ അബ്ദുറഹിമാൻ, മാനേജർ, ഉദ്ഘാടനം ചെയ്ത ശ്രീമതി പ്രത്യേക മേഡം, വേദിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പാൾ മുനാവാസി, ശ്രീമതി അഞ്ജും ഹസൻ, ഡോക്ടർ ഷിബിനു, ശ്രീ മുജുക്കാരി, മുജി താണവൂർ, ജാവേദ്, പ്രിയപ്പെട്ട ജാവേദ്, നമ്മൾ ഒരു ഇന്റർനാഷണൽ ഒരു വേൾഡ് ഡിസബിലിറ്റി ഡേ വീണ്ടും മേടിക്കേണ്ടതാണ്. ഇതൊന്നും ഞാൻ വായിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് പറയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ബേജാറാവണ്ട. വേൾഡ് ഡിസബിലിറ്റി ഡേ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് 1982 ശരിക്കും പറഞ്ഞാൽ 82 തന്നെ നമ്മളൊരു ഇയർ ഇതിനായിട്ട് തിരഞ്ഞെടുക്കണ്ടേ. ഡിസേബിൾഡ് പേഴ്സൺസിന് വേണ്ടിയുള്ള ഒരു കൊല്ലം തന്നെ എടുത്തു. അത് 83 to 92 നമ്മളൊരു ഡെക്കേഡ്, ഒരു 10 കൊല്ലം തന്നെ, 92 വരെ 10 കൊല്ലം തന്നെ ആക്കി. അതിന് ശേഷമാണ് നമ്മളെല്ലാ കൊല്ലവും നമ്മൾ ഒരു ഇന്റർനാഷണൽ ഡേ ഫോർ ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഒരു ഡേ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡേ ആചരിക്കുമ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ആ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് കളയുന്നല്ല. പക്ഷെ ചിലപ്പോൾ മറന്നേക്കാവുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് മാറി നമ്മൾ എല്ലാ വർഷവും ഒരു ദിവസം നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അവരെ സമൂഹത്തിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതെന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് നടപ്പാക്കുക എന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ നമ്മളിപ്പോൾ യുഎന്നിൻ്റെ കുറേ ദിനാചരണങ്ങളുണ്ട്. ദിനാചരണങ്ങളുടെ ആവശ്യതാണ്. ദിനാചരണങ്ങൾ ഒരു ദിവസം കൊണ്ട് നമ്മളൊന്നും നേടുന്നില്ല. പക്ഷെ ആ ഒരു ദിവസം ഒരു തുടക്കമായി വെച്ചുകൊണ്ട് നമ്മളൊന്ന് തിരിച്ച് കയറിയിട്ട് നമ്മളൊന്ന് ഒരു ദിവസം ഒന്ന് പിന്നോട്ട്, ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെച്ച് തിരക്കിട്ട ലോകത്തിൽ പിന്നോട്ട് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ് നടത്തി അതിനനുസരിച്ച് അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ പോരായ്മകൾ പരിഹരിച്ച്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ദിനാചരണങ്ങൾ വളരെയധികം അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കോവിഡ് മാത്രമല്ല, നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ ആ ദിനങ്ങളും കൂടി ആചരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പലരെയും നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകും, പലരെയും നമ്മൾ മറന്നു പോകും. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രാവശ്യത്തെ ഓരോ തീം ഉണ്ടാവും. അതെല്ലാ ദിനങ്ങൾക്കും ഓരോ തീം ഉണ്ടാവും. ഈ പ്രാവശ്യത്തെ ഒരു തീം എന്ന് പറയുന്നത് leadership and participation of persons with disabilities towards an inclusive, accessible and sustainable post-COVID world ആണ്. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്-കോവിഡ് വേൾഡ് എന്ന് പറയാൻ വയ്യ. പോസ്റ്റ്-കോവിഡ് വേൾഡ് നമ്മൾ ഇനി കുറേ കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം പുതിയ ഒരു വേരിയേഷൻ കൂടി രംഗത്തെത്തിയിട്ട് അത് നമ്മുടെ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. കേരളത്തിലെത്താൻ അധികം താമസമൊന്നുമില്ല. അപ്പം നമ്മൾ ആ റിയാലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളൊരു പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ കോവിഡിന്റെ കാലഘട്ടത്തിൽ തന്നെ, പോസ്റ്റ് കോവിഡിലേക്കൊന്നും പോകണ്ട, അതായത് കോവിഡ് അനന്തര കാലഘട്ടം എന്നൊന്നും പറയാൻ നിൽക്കണ്ട, കോവിഡിന്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മളെ ആക്സസിബിലിറ്റി, അതായത് എവിടെയും എല്ലാവർക്കും തുല്യമായിട്ട് എത്താൻ പറ്റുന്ന, എന്നാൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന, എല്ലാവരും ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു ലോകത്തിലേക്ക്, നമ്മളെ സംഭാവനയല്ല, ഒരു ലോകത്തിലേക്ക് ഡിസേബിൾഡ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അതായത് ഭിന്നശേഷിക്കാരായ ആളുകളുടെ നേതൃത്വവും പങ്കാളിത്തത്തോടും കൂടി നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകും. ഇതാണ്
തീം പറയുന്നത്. ഇപ്പം അതിൽ തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞൊരു സെന്റൻസ് ഞാൻ വായിക്കാം. They urged all countries to fully implement the Convention on the Rights of Persons with Disabilities, increase accessibility, dismantle legal, social, economic and other barriers with active involvement from persons. അപ്പോൾ അതിൽ 3-4 പോയിന്റ്സ് ഉള്ളത്. ഒന്ന്, അവരുടെ ആക്സസിബിലിറ്റി, അവർക്ക് എവിടെയും കയറി ചെല്ലാനുള്ള ആക്സസിബിലിറ്റി ഇൻക്രീസ് ചെയ്യണം. ഡിസ്മാൻഡിൽ ലീഗൽ, അതായത് നിയമപരമായിട്ട്, സാമൂഹികപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് കുറേ തടസ്സങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അതായത് ഭിന്നശേഷിക്കാർക്ക് പല സ്ഥലത്തും നമ്മളെ പോലെ അപ്രോച്ച് ചെയ്യാനുള്ള കുറേ തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെയൊക്കെ കുറയ്ക്കണം എന്ന് പോലും അല്ല പറഞ്ഞിരിക്കുന്നത്. ഡിസ്മാൻഡിൽ എന്നുള്ള വാക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്മാൻഡിൽ, തീർക്കണം. ഇനി അങ്ങനത്തെ ഒരു ബാരിയർ പാടില്ല എന്നാണ്. അപ്പൊ അത്രയും ഒരു ഉറച്ച ശബ്ദത്തിലാണ് UN സെക്രട്ടറി ജനറൽ ഈ പ്രാവശ്യത്തെയും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഫാക്ട് ഷീറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ശരിക്കും പറയുന്ന ഒരു ഡിസബിലിറ്റിയുടെ ഡെഫിനിഷൻസ്, നിർവചനങ്ങൾ ഓരോ കൊല്ലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ തീരെ പറ്റാത്ത, പൂർണ്ണമായും എന്തെങ്കിലും അംഗഭംഗം വന്നവരെയാണ് നമ്മളങ്ങനെ വിളിച്ചിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ പറയുന്നത്, നമ്മൾ ഈ ലേറ്റസ്റ്റിൽ പറയുന്നത് ഇന്റലക്ച്വൽ ലെവലിൽ പോലും, സെൻസറി ലെവലിൽ, അതായത് സ്പർശനത്തിൽ പോലും നമുക്ക് തിരിച്ചറിയാം. അതായത് പ്രത്യേകിച്ചും ഈ ലെപ്രസി തുടങ്ങിയ അസുഖങ്ങൾ വന്നിട്ട് സ്പർശനത്തിൻ്റെ അത് പോലും നഷ്ടപ്പെട്ടവരെ പോലും നമ്മൾ ഡിസേബിൾ ആയിട്ടാണ് പരിഗണിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു നോർമലിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ലെവലിൽ, ഇതൊക്കെ ഒരു കണക്കിന് ആവേശിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ വിചാരിക്കുന്നുണ്ടാവും. കാരണം നമ്മളൊരു 100-ൽ ഒരു 80 പേര് എന്തായിരുന്നോ അതാണ് നോർമൽ എന്ന് നമ്മളെ ഒരു ഡെഫിനിഷനാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തവരതാണ്, അതാണ് നോർമൽ എന്നുള്ളത്. അതായത് നമ്മളെ ഉദാഹരണത്തിന് നമ്മളെ സൃഷ്ടിയിൽ നമ്മളെ കണ്ണും മൂക്കും വായൊക്കെ അതാത് സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് അത് നോർമലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അത് ഒരു 80% ആൾക്കാർക്കും നമ്മളെ മൂക്ക് നെറ്റിയിലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതൊരു സൃഷ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയും സംഭവിക്കാമായിരുന്നു. നമ്മളെ ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതില് നമ്മളെ ഡിസബിലിറ്റിയിൽ ഇപ്പൊ ശരിക്കും പറയുന്നത് 15% ആൾക്കാർ, അതായത് ഒരു 100 കോടി, ഒരു ബില്യണാണ് പറയുന്നത്, 100 കോടിയിലധികം ആൾക്കാർ ഇതേപോലെ ഭിന്നശേഷിക്കാരാണെന്നാണ് പറയുന്നത്. അതിൽ തന്നെ 80% നമ്മുടെ വികസ്വര രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങളിലോ, അവികസിത രാജ്യങ്ങളിലോ വാക്കിട്ട് അവികസ്വര രാജ്യങ്ങളിൽ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളായതുകൊണ്ട് വീണ്ടും പറയാം, ലോകത്ത് 5-1 വനിതകൾ ജീവിതത്തിന്റെ എപ്പോഴെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഡിസേബിൾഡ് ആയി ജീവിതം നയിക്കുന്നവരാണ്, നയിക്കാൻ പോകുന്നവരാണ്. 10-1 കുട്ടികൾ ഡിസേബിൾഡ് ആണ്, ഡിസബിലിറ്റി ഉള്ളവരാണ്, ഭിന്നശേഷിക്കാരാണ്. ഇനി നമ്മളെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, കോവിഡിന്റെ സിറ്റുവേഷൻ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ ആക്സസിബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എവിടെ കയറിച്ചല്ലേ നമുക്ക് പറയാൻ തന്നെ അറിയാം. മുമ്പൊക്കെ തന്നെ എങ്ങനെയായിരുന്നു, ഇപ്പൊ കുറേ വ്യത്യാസം വന്നു കഴിഞ്ഞു. ഒരു കാലിനോ അല്ലെങ്കിൽ കയ്യിനോ വയ്യാത്ത ഒരു അന്ധത ബാധിച്ച ഒരാൾ നമ്മളെ കൂട്ടത്തിൽ മൂവ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഭിന്നശേഷി സൗഹൃദങ്ങളുടെ വാക്കുപോലും നിലവില്ല സമയത്ത് അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ പ്രത്യേക സൗകര്യം ഉണ്ടായിരുന്നില്ല. ടോയ്ലറ്റിൽ പിടിച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറയുന്നത് നമ്മുടെ വേൾഡിൽ വികസന രാജ്യങ്ങളിൽ 3% ആൾക്കാർ മാത്രമേ കുറച്ചെങ്കിലും വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ ഭിന്നശേഷി പോയിട്ട്, ബാക്കിയുള്ളൊരു 90% എത്തിയപ്പോൾ അത് പഠിക്കാൻ അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, അവർക്കുള്ള അവസരങ്ങൾ ആക്സസിബിൾ ആയിരുന്നില്ല, അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഒന്നുകിൽ യാത്ര ചെയ്യാൻ പബ്ലിക് ട്രാൻസ്പോർട്ട്, നമ്മളിപ്പോഴും ഭിന്നശേഷി ഒരു വീൽ ചെയറിൽ പോകുന്ന ഒരാൾക്ക് വീൽ ചെയറോട് കൂടി കയറി പോകാൻ പറ്റുന്ന ബസ്സുകൾ എത്ര നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതേപോലെ ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്ന് പറയുന്നു. ഇപ്പൊ അടുത്തൊരു 5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ച മാറ്റങ്ങളല്ലാതെ മുന്നിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും ആയി വരുന്നുള്ളൂ. ഞാനൊന്നും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും നമ്മളവിടെയും ഭിന്നശേഷിക്കാരുടെ ടോയ്ലറ്റ്, അതായത് ഡിസേബിൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്നൊരു വാക്ക് എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇൻസ്പെക്ഷൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാനൊക്കെ ആദ്യം നോക്കുന്ന കാര്യം അങ്ങനത്തെ ഒരു ടോയ്ലറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനത്തെ റൂള് വന്നതുകൊണ്ട് ഇപ്പോൾ ഡിസേബിൾ ഫ്രണ്ട്ലി
വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യം നമ്മൾ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂര് ജില്ലാ ആസ്പത്രിയിലാണ് കൊണ്ടുവന്നത്. അവർക്ക് വേണ്ടി പ്രത്യേകം ആസ്പത്രിയുടെ അടുത്ത് തന്നെ നിർത്താനുള്ള ഒരു പാർക്കിംഗ് സൗകര്യം കൊടുത്തുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ആ സ്ഥാപനത്തിന്റെ 50 മീറ്റർ ചുറ്റുള്ള പാർക്കിംഗ് സ്പേസ് കൊടുത്തത്. നിങ്ങൾ എത്ര സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്? ഡിസേബിൾ ഫ്രണ്ട്ലി പാർക്കിംഗ് സ്പേസ് കൊടുത്ത് അവരുടെ ഡിസേബിൾ ആയ ആൾക്കാർ ഓടിച്ചു വരുന്ന വാഹനങ്ങൾക്ക് അവർ സ്വന്തം ഓടിച്ചു വരുന്നതാണെങ്കിൽ അവർക്ക് പാർക്കിംഗ് സ്പേസ് ആ സ്ഥാപനത്തിന്റെ 50 മീറ്റർ ചുറ്റളവിൽ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഇത് നമ്മുടെ വികസന രാജ്യങ്ങളായ നമ്മുടെ ഇന്ത്യനെ പറ്റുന്ന കാര്യങ്ങൾ പോട്ടെ, പക്ഷേ ഏറ്റവും വികസിതം എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഈ ആക്സസിബിലിറ്റിയുടെ കാര്യം വരുമ്പോൾ വളരെയധികം പിന്നിലാണ്. ഈ ഡിസേബിൾ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് മാത്രം, ബാക്കിയെല്ലാം ഈക്വൽ ആയാൽ പോലും നമുക്ക് ജോലിക്കാര്യത്തിലായാലും അവർ ഇംഗ്ലണ്ടിൽ നടന്നൊരു സ്റ്റഡിയിൽ പറഞ്ഞത് ഒരു 86% ആയ മുതലാളിമാർ, ഓണേഴ്സ്, കമ്പനികളുടെ അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ അഡിക്വേറ്റ് ആയിട്ട് ഡിസേബിൾ ആയ ആൾക്കാർക്ക്, ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഒന്ന്, അവർക്ക് പറ്റിയ ജോലി കണ്ടുപിടിച്ചിട്ടില്ല. 2, അവർ കൂടുതൽ ബാധ്യതയാവുമോ എന്നുള്ള സംശയം. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേറൊന്നുള്ളത്, ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേറെ 1-2 സ്റ്റഡികൾ നടന്നത്, പല രാജ്യങ്ങളിൽ നടന്ന സ്റ്റഡികൾ നടന്നത്, ഏറ്റവും കൂടുതൽ അബ്യൂസ് ചെയ്യപ്പെടുക, പീഡനം അനുഭവിക്കുന്നത് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്. നമ്മൾ അടുത്ത് വന്ന നമ്മളൊരു സ്റ്റഡിയിൽ പറയുന്നത് 25% ഡിസബിലിറ്റി ഉള്ള വനിതകൾ ശാരീരികമായിട്ട് സെക്ഷലായിട്ട് പീഡിപ്പിക്കപ്പെടുന്നതാണ്. അത് നമുക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അവർക്ക് ശബ്ദം ഉയർത്താൻ പറ്റുന്നില്ല, അവർ പറയുന്നാലും വിലക്കെടുക്കുന്നില്ല, അവരുടെ പരാതികൾ സ്വീകരിക്കാൻ പലർക്കും മടി വരുന്നു. അപ്പൊ അവരുടെ ഒരു സമൂഹത്തിന്റെ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ പിന്നോട്ട് മാറുകയും, പക്ഷെ കാലഘട്ടം മാറി ഇപ്പൊ നമ്മൾ അവരൊക്കെ അത്യാവശ്യം അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മളെ കോവിഡ് വന്നത്. ഇപ്പൊ കോവിഡാനന്തര ലോകത്ത് അല്ലെങ്കിൽ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഡിസബിലിറ്റി എന്നാണ് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കൊരു ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹാൻഡ് വാഷിംഗ് ആണ്. ഈ ശാരീരിക വൈകല്യമുള്ളവർക്കുള്ള ഹാൻഡ് വാഷിങ്ങിന്റെ നമ്മൾ ബാക്കി എല്ലായിടത്തും ലോകത്ത് മുഴുവൻ ബസ് സ്റ്റാൻഡിലും ഒക്കെ നമ്മളിത് വെച്ചു. നമ്മൾ ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ട് എത്ര വെച്ചു? പല സ്ഥലത്തും നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അതൊരു പ്രശ്നം. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം പല സ്ഥലത്തും ഇല്ലാതായതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റാതെയായതുകൊണ്ട് അവര് ആസ്പത്രികളിൽ എത്തുന്നത് വളരെയധികം കുറയുകയും, ഞങ്ങളുടെ തന്നെ സ്റ്റഡി പ്രകാരം അപകടങ്ങളും മരണങ്ങളും കൂടുതൽ ദുരിതങ്ങളും മുഴുവൻ അനുഭവിച്ചത് 80% എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി വരാം. കാരണം അവർക്ക് ഒരു സ്ഥാപനത്തിൽ നിന്നോ ഒരാളിൽ നിന്നോ സഹായം തേടാൻ പറ്റാത്ത, സ്വന്തം നിലയ്ക്ക് തേടാൻ പറ്റാത്ത അവസ്ഥ വന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവരെ എന്തെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്യാൻ അടുത്തേക്ക് വരാൻ ആൾക്കാർക്ക് പറ്റാതെ, പലരും ചികിത്സ കിട്ടാതെ വീട്ടിൽ ഒതുങ്ങേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഡിസബിലിറ്റി ഇങ്ങനത്തെ ആൾക്കുള്ളവർക്ക് കൂടുതലാണ്. ഡയബറ്റീസ്, പ്രഷർ തുടങ്ങിയ അസുഖങ്ങൾ കൂടുതലായിട്ടും അവരിൽ തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് അവരുടെ മൊബിലിറ്റി ഒക്കെ കുറയുന്നുണ്ട്, അവർ തന്നെയാണ് കൂടുതലും അനുഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് സാധാരണഗതിയിൽ തന്നെ അംഗവൈകല്യമുള്ളവർക്ക് ചികിത്സകൾ കിട്ടാനും വേണ്ടത്ര കെയർ കിട്ടാനും അല്ലെങ്കിൽ തന്നെ ആക്സസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. കോവിഡ് വന്നതോടുകൂടി അതൊരു 100 മടങ്ങായിട്ട് കൂടി. അവർ തീരെ, അതാണ് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ തന്നെയുള്ള, ഞാനിവിടെ കേട്ടിടത്തോളം ഇവിടെ PSMകളിൽ വളരെ നല്ലൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് പറയും. ഈ ജോലി കൊടുക്കുകയാണെങ്കിലും അപ്പോഴും നമ്മളെ സിമ്പതിയാണ്. അയാള് വൈകല്യം ഉണ്ടായിട്ടും ഞങ്ങൾ കൊടുത്തു പറയും. ഇത് രണ്ടുപേരും പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ ബാക്കിയെല്ലാം ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇതൊരു തടസ്സമാവരുത്. അവരുടെ വൈകല്യം ബാക്കി എല്ലാ കണ്ടീഷൻസ് ഈക്വൽ ആണെങ്കിൽ
വൈകല്യം അവരുടെ ജോലിക്ക്, അവരുടെ ആക്സസിബിലിറ്റിക്ക്, അവരുടെ അവകാശങ്ങൾക്ക് ഒരു തടസ്സമാവരുത് എന്ന് മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ എംപവർമെന്റ് വിത്ത് ഇൻവോൾവ്മെന്റ് വന്നു അവരെ ശാക്തീകരിക്കുക. നമ്മളിപ്പോൾ അവരെ ശാക്തീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് സഹായങ്ങൾ കൊടുത്ത് ആ സഹായങ്ങൾ സ്വീകരിക്കാനുള്ള ലെവലിലേക്ക് അവരാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അവരിൽ തന്നെ അവരെ സഹായങ്ങളിൽ നിന്ന് മാറി ശാക്തീകരണത്തിലേക്ക് മാറി ആ ശാക്തീകരണത്തിന്റെ പോയിന്റിലൂടെ അവരെ സെൽഫ് സഫിഷ്യന്റ് ആക്കി അവർക്കും ഈ ലോകത്ത് നമ്മളെ പോലെ തുല്യ അവകാശങ്ങളുണ്ട്, അതേപോലെ തന്നെ ജീവിച്ചോളുള്ള അവകാശങ്ങൾ അവർക്കുണ്ട്. അന്തസ് ഡിഗ്നിറ്റി എന്നാണ് ഒരു ഡിഗ്നിഫൈഡ് ലൈഫിനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർക്കും റൈറ്റ് ഉണ്ട്. അവർ നമ്മിൽ ഒരാളാണ് എന്ന മട്ടിൽ തന്നെ സഹായം ചെയ്യുമ്പോൾ പോലും സഹായം ചെയ്യുകയാണെന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി അത് മാറ്റുക. ഞാനൊരു മഹാനായതുകൊണ്ട് ഞാൻ ഇവരെ സഹായിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മളിതൊരാളായിട്ട് അവിടെ കണ്ട് അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ ഈ വർഷത്തെ ടീമിൻ്റെ ആത്യന്തിക ലക്ഷ്യം. കൂടുതൽ നമുക്ക് ഡിസ്കഷൻ പോയിന്റ്സിലേക്ക് ഡോക്ടർ ജാവേദ് ഇവിടെ ഉണ്ട്. ജാവേദ് ഇതിൻ്റെ ഫീൽഡിൽ തന്നെ ഫുൾ ടൈം ഉള്ള ആളാണ്. നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ 2 കൊല്ലം മുമ്പ് ഇവിടെ നടന്നപ്പോൾ ഞാൻ പ്രിൻസിപ്പാളായിട്ട് സംസാരിച്ചു. അത് പറഞ്ഞ കാര്യമാണ്. 2 കൊല്ലം മുമ്പ് ഇവിടെ പടികളായിരുന്നു. ഇതിപ്പോൾ ഡിസേബിൾ ഫ്രണ്ട്ലി ആയി. ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൻ്റെ സാറങ്ങളുള്ള പ്രത്യേക അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് കാണുന്ന ഒരു കാഴ്ചയാണ്, കയ്യിൽ കൊടുക്കേണ്ട കാഴ്ച. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ട് കണ്ടു. നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. കാരണം ഇതേ ഫീൽഡിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഓരോ ബസ് സ്റ്റാൻഡിലായാലും എവിടേക്കായാലും നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കും ഇവിടെ ഡിസബിലിറ്റിക്ക് എന്തെങ്കിലും ആക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വളരെ നല്ലൊരു ഇതാണ്. കാരണം ഇതൊരു ഒരു ലോങ് ടൈം വിഷൻ ഓറിയന്റഡ് വർക്കായിട്ട് തന്നെ ഞാൻ പ്രിൻസിപ്പൽ ടീമിനെ ഈ അവസരത്തിൽ വളരെ ഹാർദവമായിട്ട് തന്നെ അഭിനന്ദിക്കുന്നു. നല്ലൊരു സ്റ്റെപ്പാണ്, നല്ലൊരു റൈറ്റ് സ്റ്റെപ്പാണ്. ഒരു റൈറ്റ് സ്റ്റെപ്പ് മാത്രമല്ല, ഈ ഒരു സ്റ്റെപ്പ് അത് മാത്രം അവസാനിക്കും. ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഇവിടെ പഠിക്കാൻ പറ്റുന്ന 10 ആൾക്കാർ ഗുണം കിട്ടില്ലെന്ന് വരും. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ പഠിച്ചു പോകുന്ന നോർമൽ എന്ന് അവകാശപ്പെടുന്ന ആൾക്കുള്ള ഒരു മോട്ടിവേഷൻ കൂടിയായിട്ട് ഇതേപോലെ കൂടുതൽ നീക്കങ്ങൾ ഇന്നോവേറ്റീവായിട്ട് കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാവാൻ ഉള്ള ഒരു അവസരം കൂടിയായിട്ട് മാറുന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. മുമ്പൊരു ഈജിപ്തിൽ ഒരു ധനികനായ ഒരാളുണ്ടായിരുന്നു. അയാളുടെ ഒരു കാര്യം കൂടി പറയാം. അയാൾ വളരെ ധനികനായിരുന്നു, സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഭാര്യ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അലി ഹഫീദ് എന്ന പേരിൽ അയാൾ ഒരിക്കലും സമാധാനമായിട്ട് ജീവിച്ചു പോകുന്ന സമയത്ത് ഒരു യോഗി അവിടെ ചെന്നു. കണ്ട ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അന്ന് യോഗി അവരോട് പറഞ്ഞു, നിങ്ങൾ ഡയമണ്ടുകളെ പറ്റി കേട്ടിട്ടുണ്ട്, രത്നങ്ങൾ. അതെന്താണ് രത്നങ്ങളുടെ പ്രത്യേകത? രത്നങ്ങളുടെ പ്രത്യേകത ചെറിയ രത്നം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വില്ലേജിൻ്റെ വിലയ്ക്ക് വാങ്ങാം. കുറച്ച് വലിപ്പമുള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ വലിയൊരു സ്ഥലം തന്നെ നിങ്ങളുടെ സ്വന്തമാക്കാം. ഒരു വലിയ രത്നം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോകം തന്നെ, ഈ രാജ്യം തന്നെ വാങ്ങിച്ച് സ്വന്തമാക്കാം. അതുവരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന അലി ഹഫീദിന് പെട്ടെന്ന് ആഗ്രഹം വന്നു, എന്നാൽ എനിക്ക് ഡയമണ്ട് വേണം. പിറ്റേ ദിവസം രാവിലെ തന്നെ സന്യാസിൻ്റെ അടുത്ത് പോയി യോഗിയോട് ചോദിച്ചു, എനിക്ക് എവിടെയാണ് ഈ ഡയമണ്ടുകൾ കിട്ടുന്ന സ്ഥലം, അങ്ങനത്തെ സ്ഥലം ഉണ്ടോ? യോഗി പറഞ്ഞു, തീർച്ചയായിട്ടും ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ കൃത്യമായ ഐഡന്റിഫിക്കേഷൻ പേരൊന്നും അറിയില്ല. പക്ഷേ ഈ ഡയമണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇത് സ്റ്റോറി പാർട്ടാണ് കേട്ടോ, ശാസ്ത്രീയത പറയുന്നത്. ഡയമണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആദ്യം അതൊരു ഭൂമി ഒരു തീഗോളമായിരുന്നു. അതിലേക്ക് മഴ വീണു, തണുത്തു തുടങ്ങിയപ്പോൾ ആദ്യം പെട്ടെന്ന് തണുത്തൊക്കെ പാറകഷ്ണങ്ങളായി മാറി, പിന്നീട് തണുത്തൊക്കെ വെള്ളിയായിട്ട് മാറി, പിന്നീട് തണുത്തൊക്കെ സ്വർണ്ണമായിട്ട് മാറി, ഏറ്റവും അവസാനം തണുത്തൊക്കെ രത്നങ്ങളായിട്ട് മാറി. അപ്പം നമുക്ക് കിട്ടുന്ന 2 വലിയ മലകളുടെ ഇടയ്ക്ക് വളരെ തെളിഞ്ഞ മണൽ പരപ്പിലൂടെ ഒഴുകുന്ന അരുവിയാണ്. അതിൻ്റെ കരയിൽ കുഴിച്ചെടുത്ത് നോക്കിയാൽ രത്നങ്ങൾ കിട്ടും. ഇതാണ് ഐഡന്റിഫിക്കേഷൻ. 2 മലകളുടെ ഇടയ്ക്ക് നദീതീരത്ത്, സാൻഡിൻ്റെ മേലെ കൂടെ ഒഴുകുന്ന നദീതീരത്ത് തെളിഞ്ഞ അവിടെ അന്വേഷിക്കാൻ കിട്ടുന്നു. അലി ഹഫീദ് പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിലെ വിറ്റു, ഭാര്യ മക്കളെയും ഒരാളെ കേരളാക്കി. അദ്ദേഹം കിട്ടിയ പണമായിട്ട് ഈജിപ്ത് വഴി അദ്ദേഹം ഏഷ്യ,
ആഫ്രിക്ക തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും കയറി, യൂറോപ്പിലെത്തി. യൂറോപ്പിലെ മുഴുവൻ സ്ഥലങ്ങൾ അന്വേഷിച്ചു. അവസാനം കയ്യിലുള്ള പണമെല്ലാം തീർന്ന് ദരിദ്രനായിട്ട് സ്പെയിനിൽ ബാഴ്സലോണയിലെത്തുകയും ഒരു വലിയ തിര വന്നപ്പോൾ അതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ഇതേ സമയത്ത് അലി ഹഫീദിന്റെ വീട്ടിലേക്ക് വീണ്ടും യോഗി 4-5 വർഷങ്ങൾക്ക് ശേഷം വന്നു. അയാൾ കയറി ഉടനെ തന്നെ ഈ രത്നം കിട്ടിക്കഴിഞ്ഞല്ലോ, അലി ഹഫീദ് തിരിച്ചു വന്നു. അപ്പൊ അവിടെ അന്നത്തെ ഉടമസ്ഥൻ പറഞ്ഞു, അലി ഹഫീദ് തിരിച്ചു വന്നിട്ടൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞ ഇത് രത്നമല്ല, ഇത് ഞാൻ കാമലിനെ, എൻ്റെ ഒട്ടകത്തിനെ കുളിപ്പിക്കാൻ പോയപ്പോൾ അവിടെ കിട്ടിയ പാറക്കഷ്ണാണ്, നല്ല തെളിച്ച കൊണ്ട് ഞാൻ കൊണ്ടുവച്ചത്. യോഗി പറഞ്ഞു, എനിക്ക് തെറ്റില്ല, എനിക്ക് രത്നങ്ങൾ കണ്ടാൽ തിരിച്ചറിയാം, ഇത് തീർച്ചയായിട്ടും രത്നങ്ങളാണ്. ഉടനെ തന്നെ ഈ സന്യാസിയും പുതിയ ഓണർ അലി ഹഫീദിനോട് സ്ഥലം വാങ്ങിച്ച ഓണറും കൂടി അവരുടെ ബാക്ക് യാർഡിലേക്ക് ഓടി ചെന്ന് നോക്കി, പൊളിച്ചു നോക്കിയപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും രത്നങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ യോഗി കണ്ണു തുറന്നു നോക്കിയപ്പോൾ അലി ഹഫീദ് നിന്നിരുന്ന സ്ഥലം 2 മലഞ്ചെരുകൾക്കിടയ്ക്കുള്ള സാൻഡ് ബെഡിൽ കൂടെ അരുവി ഒഴുകി കുടിക്കുന്ന സ്ഥലമായി. ഈ കഥ ഇവിടെ പറഞ്ഞത് നമ്മൾ കാണുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവരുടേതായ കഴിവുകൾ അവരെ കാട്ടിയകറ്റി ദൂരേക്കൊക്കെ പറഞ്ഞയച്ചു വരും. അവരെ നമ്മളെ കയ്യിൽ ഇരുന്നുകൊണ്ട് തന്നെ എംപവർ ചെയ്യാനും അവരുടെ ശരീരത്തിൽ അവരുടെ മനസ്സിലുള്ള രത്നങ്ങളെ പുറത്തെടുക്കാനുള്ള ശാക്തീകരിക്കാനും വേണ്ടിയുള്ള യോഗിമാരാവാൻ ശ്രമിക്കണം നമ്മൾ എന്ന് പറയാൻ പറ്റില്ല. പണ്ടൊരു ചൊല്ലുണ്ട്, നിങ്ങളൊരു മീനിനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരു നേരം ഭക്ഷണം കഴിക്കും. നിങ്ങൾ മീനിനെ പിടിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ടീച്ചിങ് ഹൗ ടു ഫിഷ് ഹി വിൽ ഈറ്റ് ഫോർ ഹിസ് ലൈഫ്. നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് കടക്കണം. മീനിനെ പിടിക്കാൻ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് അയാളെ പഠിപ്പിക്കണമല്ല. യു ഇൻസ്പയർ ഹിം ഇൻ സച്ച് എ വേ ദാറ്റ് ഹി ഡെവലപ്സ് ഹിസ് ഓൺ മെത്തേഡ് ഓഫ് ഫിഷിംഗ്. നിങ്ങൾ അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുക, അദ്ദേഹത്തിന് പറ്റുന്ന വിധത്തിൽ മീനിനെ പിടിക്കാനുള്ള ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്യുക. ആ ഇൻസ്പിരേഷൻ നിങ്ങൾ ഓരോരുത്തരെയും ഭാഗത്തുണ്ടാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും ഇതുപോലെ നേരത്തെ പറഞ്ഞ കഥയിൽ സ്വർണ്ണങ്ങളും രത്നങ്ങളും കണ്ടുപിടിക്കാനുള്ള യോഗ്യമാരാവുന്നതിനെ പറ്റി മനസ്സിലാലോചിച്ചുകൊണ്ട് നമ്മുടെ ഡിസേബിൾ ഫ്രണ്ട്ലി ആൾക്കാരുടെ കൂടെ അവരെ എംപവർ ചെയ്യാൻ, അവരെ ശാക്തീകരിക്കാനുള്ള വഴികളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ദിവസത്തെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ കോളേജിലേക്ക് കടന്നു വന്ന ഇന്നത്തെ മുഖ്യാതിഥികളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട 3 പേരെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി വരം കൂട്ടായ്മയുടെ കൺവീനർ കൂടിയായ ഡോക്ടർ ജാവേദ് സാറെ ആദരവോട് ക്ഷണിച്ചുകൊള്ളു. ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ PSM കോളേജിൻ്റെ ചെയർമാൻ കൂടിയായ കെ ബാബു സാഹിബ്, വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകനും പ്രിൻസിപ്പളും നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനവുമായിട്ടുള്ള ഡോക്ടർ അസീസ് സർ, ജില്ലാശുപത്രിയുടെ ഡെപ്യൂട്ടി സൂപ്രണ്ടും ഇപ്പോൾ കോവിഡിൻ്റെ ജില്ലാതല നോഡൽ ഓഫീസർ കൂടിയായിട്ടുള്ള ഡോക്ടർ വിനോദ് സാർ, ഭീകരനായിട്ടുള്ള അക്ഷയ്, വേദിയിലുള്ള പ്രിയപ്പെട്ട മുഖ്യാതിഥികളായിട്ടുള്ള കേരള ഭിന്നശേഷി ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ കരീം, അതുപോലെ തന്നെ ആകാശ്, അപ്പോൾ ഈ 3 പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു കാര്യമുണ്ട്. ക്രിക്കറ്റ് എന്നത് ഒരു
ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗെയിമാണ്. അതിൽ സെലക്ടഡ് മാത്രമല്ല, അന്താരാഷ്ട്ര മത്സരം ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആളുകൾ കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ള. ഒളിമ്പിക്സില് ക്രിക്കറ്റ് ഒരു ഐറ്റമാണോ? അല്ല, ഒരു കൊല്ലമായിരുന്നു അല്ലേ ഒളിമ്പിക്സിൽ? 1956 തോന്നുന്നു. ഇനി വരുന്ന 2026 ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഒരു മത്സര ഇനമാണ്. അതില് ഒളിമ്പിക്സിനൊപ്പം നടക്കുന്ന ഒരു മത്സരമാണ് പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞാൽ പാരലൽ ഒളിമ്പിക്സ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥമായിട്ട് കൊടുക്കുന്നത്. പാരാലിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ്, അങ്ങനെ 2 ഒളിമ്പിക്സ് ഉണ്ട്. 2 ഒളിമ്പിക്സിന്റെ കൂടെ അതിന്റെ പാരാലിമ്പിക്സ് ഉണ്ടാവും. നമ്മൾ ഒളിമ്പിക്സ് എന്ന് നമ്മൾ സാധാരണഗതി പറയുന്നത് സമ്മർ ഒളിമ്പിക്സിനെയാണ്. ഈ സമ്മർ ഒളിമ്പിക്സ് വരുന്ന മെയിൻ ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഒരു പ്രധാന ഐറ്റാണ്. ഭാരത സർക്കാർ പ്രത്യേകിച്ച് ക്രിക്കറ്റില് പാരാലിമ്പിക്സിലെ ക്രിക്കറ്റിലെ ടീമിനെ വാർത്തെടുത്തിരിക്കുകയാണ്. ആ ടീമില് അടുത്ത ഒളിമ്പിക്സ് കൂടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ 3 താരം. ഇനി ഞാനൊരു വ്യക്തിയെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. സാധാരണ ഭിന്നശേഷിയുള്ള വ്യക്തികളെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കൊക്കെ പറ്റുന്ന ഒരു പ്രയാസം അവരുടെ ഭിന്നശേഷിയെയാണ് നമ്മൾ കൂടുതലായിട്ട് അഭിമുഖീകരിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ വേണ്ടി വരുന്നത് നമ്മുടെ സമൂഹത്തിന് പാഠമാകുന്നതിന് വേണ്ടി, സമൂഹം മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഏത് തളർച്ചയിലും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഇച്ഛാശക്തി നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരുതലായിട്ട് കൂടിയാണ് നമ്മൾ അങ്ങനെ പരിചയപ്പെടുത്തേണ്ടത്. കാരണം അച്ചീവേഴ്സ് ആണ് അവർ 3 പേര്. ഇതിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരാൾ ആകാശം. നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഇവിടെ ഭിന്നത അനുഭവിക്കാത്ത നമ്മളെ കുറച്ച് ആളുകളെ ഉണ്ടല്ലോ നമ്മളെപ്പോലെ എന്ന് അവകാശപ്പെടുന്ന നമ്മളെപ്പോലെയുള്ള വ്യക്തിയായിരുന്നു 2016 ഏപ്രിൽ 10 വരെ ആകാശം. കേരളത്തില് 114 ആളുകൾ മരിച്ചിട്ടുള്ള ഒരു ദുരന്തമുണ്ട്. ഏതാണെന്നറിയാം നിങ്ങൾക്ക്? 2016 നടന്നതാണ്. ആർക്കെങ്കിലും പറയാമോ? കയ്യിൽ മൊബൈലുണ്ട്, ഗൂഗിളൊന്നും ചെയ്യാതെ പറയുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ എണീറ്റെന്ന് പറയും. ഏറ്റവും വിഷമകരമായ ഒരു സംഭവം കൊല്ലത്ത് പൂറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ വെടിക്കെട്ട അപകടം. ആ അപകടത്തിൽ 114 പേര് മരിച്ചു. അതില് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു വ്യക്തി, അതാണ് നമ്മുടെ ഭയങ്കരനായ ആകാശം. പക്ഷെ അത് തിരിച്ചു കിട്ടിയപ്പോൾ ആകാശിന്റെ കാൽമുട്ടിന് മുകളിലേക്ക് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് പുതിയ ഉണർവുണ്ടാക്കുകയാണ് ചെയ്തത്. അദ്ദേഹം വിഷമിച്ചു. അദ്ദേഹത്തിന് വേറെ കാലുകൾ വെക്കേണ്ടി വന്നു. ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഏതൊരു മനുഷ്യനും ഏതൊരു അപകടത്തിലും സംഭവിക്കാവുന്ന എല്ലാ വിഷമതകളിലൂടെ അദ്ദേഹം കടന്നു പോയിരിക്കാം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ന് ആ ഒരു പ്രയാസത്തിന് നേട്ടമാക്കി, ആ ഒരു പ്രയാസത്തിന് അതിജയിച്ച് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, അങ്ങനെ തന്നെ പറയാം, പാരാലിമ്പിക്സിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മെമ്പറായി പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ റൈസ്. അദ്ദേഹം ഇതുപോലെ തന്നെ ശ്രീകൃഷ്ണ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് PG കഴിഞ്ഞ് അതിനുശേഷം അദ്ദേഹം ഇതുപോലെ സജീവമായിട്ട് പാരാലിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള സെലക്ഷനിൽ പങ്കെടുത്ത് അങ്ങനെയാണ് അദ്ദേഹം ഈ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ചങ്ങരംകുളം സ്വദേശിയായിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള കരീം, അദ്ദേഹമാണ് ഈ പ്രോഗ്രാമിൽ ക്രിക്കറ്റ് ടീമിനെ അറേഞ്ച് ചെയ്ത് എല്ലാ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തി നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ന് സാധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തിരൂരിൽ 3 മണിക്ക് തിരൂർ MBS ഗ്രൗണ്ടിലേക്ക്, ഞങ്ങൾ ഇവിടെ വെച്ച് നടത്താൻ വിചാരിച്ചിരുന്ന ഇവിടുത്തെ പരിമിതി മൂലമാണ് തിരൂരിലേക്ക് മാറ്റിയത്. ബഹുമാനപ്പെട്ട കായിക മന്ത്രി
വി അബ്ദുറഹിമാൻ സാറാണ് ആ മാച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. തിരൂർ പ്രസ് ക്ലബും കേരള ഭിന്നശേഷി ക്രിക്കറ്റ് ടീമും തമ്മിലുള്ള മത്സരം. ആ ടീമിൻ്റെയും കേരള ടീമിൻ്റെയും ക്യാപ്റ്റൻ കൂടിയാണ് എരി. ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കർമ്മം മാത്രമാണ് എനിക്ക് മുമ്പിലുള്ളത്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ക്യാപ്റ്റന് മൈക്ക് കൈമാറുകയാണ്. നിങ്ങൾക്ക് അവരുമായിട്ടൊരു നല്ല ഇൻട്രാക്ഷൻ ഞാൻ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട കരീം. എൻ്റെ പേര് കരീം, പിന്നെ സ്ഥലം പാവട്ടപ്പുറാണ്. പിന്നെ ഞാൻ കേരള ഡിസേബിൾ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്. ഞാൻ പഠിച്ചത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ബികോം കഴിഞ്ഞു. പറയാൻ എനിക്കറിയില്ല. പിന്നെ ഞാൻ എനിക്കും സന്തോഷം തോന്നുന്നത് ഇപ്പം ഞാൻ ഭിന്നശേഷിക്കാരനായതുകൊണ്ട് എനിക്ക് ചെറിയ സന്തോഷം കൂടുന്നതായിരിക്കും. സന്തോഷം വരുന്നത് കാരണം നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയത് ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് മാത്രമാണ്. അതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഞാൻ മാസ്ക് ഊരാണ്, വേറൊന്നും കൊണ്ടല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഇരിക്കുന്നവർക്കും ഇവിടെ കൂടിയുള്ള സ്റ്റുഡൻസും എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആകാശ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ ക്രിക്കറ്റിലേക്ക് എത്തിയിട്ട് 2015 എനിക്ക് നാഷണൽ ടീം സെലക്ഷൻ ലഭിക്കുന്നത്. എന്നിട്ട് സാറ് പറഞ്ഞതുപോലെ 2016 ഏപ്രിലാണ് എനിക്ക് ഈ ആക്സിഡൻ്റായിട്ട് ഞാൻ എത്തുന്നത്. അതുവരെ എന്താ പറയുക, നിങ്ങളെപ്പോലെ ഇവിടെ ഓടിച്ചാടി നടന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും കുറവൊന്നുമില്ല. അന്ന് എന്താ പറയുക, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓരോ സ്റ്റുഡൻസും എന്താ ഓരോ ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ ഡെസ്ക് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഞാനും അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും എന്താ പറയുന്നത്, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഇവിടെ NCC ഉണ്ടോ, ഈ കോളേജ് NCC ഉണ്ടോ സാർ? NCCയിൽ ഞാൻ സീനിയർ പ്രൊഫസറായിരുന്നു 2016. ഞാൻ ബി സർട്ടിഫിക്കറ്റ് A ഗ്രേഡ് പാസ്സായതാണ്. എനിക്ക് 2016 ഡിഗ്രിയിൽ റിട്ടൺ എക്സാം പാസ്സായി, ഫിസിക്കലും പാസ്സായി. മെഡിക്കലിൽ എൻ്റെ പല്ലിൽ ചെറിയ പോടുള്ളതുകൊണ്ട് റീമെഡിക്കൽ അടിച്ചു. റീമെഡിക്കലിൽ പോകാൻ ഒരാഴ്ച ബാക്കിയുള്ളപ്പോഴാണ് ഈ ആക്സിഡന്റിലാണ് ഞാൻ വരുന്നത്. അല്ല, ഇനി ഞാൻ ആ വഴിക്ക് പോയാണ് ഇങ്ങോട്ട് നിങ്ങളെ കാണാനോ ഇവിടെ എത്താനോ എനിക്ക് സാധിക്കില്ലായിരുന്നു. ആ ആക്സിഡന്റോടെ ലൈഫോടെ പോയി, സ്പോർട്സ് പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത്, ഞാനന്ന് അണ്ടർ 16, അണ്ടർ 19 എല്ലാം കളിക്കുന്നുണ്ടായിരുന്നു, പിന്നെ കോളേജ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ആക്സിഡന്റ് എന്ന് പറഞ്ഞത് നമ്മൾ നിസ്സാരമായ ഒരു ആക്സിഡന്റ് അല്ലായിരുന്നു. നമ്മൾ ഹോളിവുഡ് മൂവീസിൽ കാണുന്ന പോലെ ഷാറുഖ് ഖാനൊക്കെ പറന്നു പോകുന്ന പോലെ പറന്നു പോയ ഒരാളാണ് ഞാൻ. അന്നത്ര തടിയൊന്നുമില്ലായിരുന്നു, 70 കിലോ ഉണ്ടായിരുന്നു. അന്നത്തെ ആക്സിഡന്റിൽ ബോഡി ഫുള്ള് ബേണായിപ്പോയി. തലമുടി, കൺപീലി, മീശ, താടി സർവ്വതും പോയായിരുന്നു. ഫുൾ ബേണായിപ്പോയി. ഏതാണ്ട് 3 ആഴ്ച ഈ കണ്ണ് തുറക്കാൻ പറ്റായിരുന്നു. കാര്യം ഫുള്ള് ബേണായതാണ്, കണ്ണ് കാണാൻ പറ്റായിരുന്നു. പിന്നെ വലിയ ബ്ലാസ്റ്റ് ആയിരുന്നു, ചെറിയ ബ്ലാസ്റ്റ് അല്ലായിരുന്നു, വലിയ ബ്ലാസ്റ്റ് ആയിരുന്നു. 2 ഗിയർഡ്രമും പോയി. ഒരു കാല് നഷ്ടപ്പെട്ടു. വലത്തെ കാലില് താഴെ ഒരു വലിയ വൂണ്ടുണ്ടായിരുന്നു. അത് കാരണം ഒരു 6 മാസം കാല് പാരലൈസ് കിടക്കേണ്ടി വന്നു. ഏതാണ്ട് ഒരു 8 മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അങ്ങനെ എനിക്ക് പോയത്. ആ ടൈമിലെല്ലാം ഈ പറയുന്ന എന്താ പറയുക, നിങ്ങളെപ്പോലെ ഓടിച്ചാടി നടന്ന് ഞാൻ ഫസ്റ്റ് ഡോക്ടറോട് പറയുന്ന കേസ് ഇതാണ്, സാർ ഇനി ജീവിക്കണ്ട എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. കാര്യം അങ്ങനെ നടന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്തോ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അവരെ തളർത്തത്. എൻ്റെ കൂട്ടുകാരാണ് എന്നെ തിരിച്ചു കിടക്കുന്നത്. എൻ്റെ കോളേജ് സ്റ്റുഡൻസ്, നാട്ടിലെ ഫ്രണ്ട്സ്, അവരാണ് പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു ഞാൻ അവിടെ കഴിയുകയാണ്. കാര്യം ഇങ്ങനെ നടന്ന ഒരാൾ പെട്ടെന്ന് ഒരു നിമിഷം ബെഡ്ഡായി, ഒരു മാസത്തോളം 1 വർഷത്തോളം ബെഡ്ഡായി. ലൈഫ് കരിയർ പോയി, നേവി കണ്ട ജോബ് പോയി. ഒരു പെൺകുട്ടിയുടെ ഇഷ്ടത്തിലായിരുന്നു അവളെ വിവാഹം ചെയ്യാനായിട്ട് നേവി പോകുന്നത്. എല്ലാം ഡ്രോപ്പായി. അപ്പോൾ ഇപ്പൊ തന്നെ പ്രയാണേശം ആൾക്കാരെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പെൺകുട്ടി എന്തുകൊണ്ടോ ഞാൻ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി എൻ്റെ കൂടെ കൂടി. ഇപ്പൊ എൻ്റെ ഭാര്യയായി, ഇപ്പൊ എൻ്റെ കുട്ടിയുടെ അമ്മയായി, കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ അതിനെ വിശ്വസിക്കും, നിങ്ങളും ഒരിക്കലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ ഒരിക്കലും തളരരുത്. നിങ്ങൾക്കൊരു കൈ വരും, എന്തോ താഴ്ച ഉണ്ടെങ്കിലും അവിടെ ഒരു ഉയർച്ച ഉറപ്പായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെനിക്ക് ലൈഫിൽ ഞാൻ പ്രൂവ് ചെയ്ത ആളും കൂടെയാണ്.
ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് പാസ്സായ ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേവി എക്സാം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ലൈഫും കൊണ്ട് സെറ്റിലായി പോയതായിരുന്നു. അവിടെ തന്നെ ആക്സിഡന്റ് ആവും, ഞാൻ പറയാമല്ലോ. ഇപ്പോൾ ഞാൻ ഒരു CHSയിൽ കോവിഡിന്റെ കാര്യങ്ങളും ഡേറ്റും കാര്യങ്ങളുമായിട്ട് പോകുന്നു. പിന്നെ ഇപ്പോൾ ക്രിക്കറ്റിൽ ഇപ്പോൾ 2018 കരി എന്നെ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. അവിടുന്നാണ് സെലക്ഷൻ പോകുന്നത്. 2018 ഹൈദരാബാദിൽ സെലക്ഷൻ ലഭിച്ചു. ഈ അടുത്ത് ഞങ്ങളിപ്പോൾ ബംഗ്ലാദേശോട്ട് മാച്ച് ഉണ്ടായിരുന്നു. അതിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നത്, കരീം, റൈസ് ആൻഡ് ഞാൻ. പിന്നെ അതുപോലെ നിങ്ങളെ കാണുമ്പോഴെല്ലാം എന്നെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പലരും എന്താ പറയാ, ഇത്രയും നേരം ഉറങ്ങുമായിരുന്നു, കുറച്ച് പേര് അവിടെ കാര്യം പറയുന്നു, ഫോണിൽ കളിക്കുന്നു, കുറച്ച് പേര് ഇറങ്ങി പോകുന്നു. നിങ്ങളെ പോലെ ഞാനും ഇതുപോലെ ആരും ഡിസേബിൾഡ് ആയ ആൾക്കാർ ആരും മൈൻഡ് ചെയ്തിരുന്നില്ല 2016 വരെ. കാര്യം ഞാൻ നോർമലായതുകൊണ്ട് ഞാൻ അങ്ങനെ കണക്ക് കൂട്ടിയിരുന്നു. ഇങ്ങനെ ഡേ ഉണ്ടെന്ന് പോലും ഓർമ്മിക്കുന്നത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഓർക്കത്ത് കൂടിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പറയുന്നതാണ്, നിങ്ങൾ ഓർക്കണം. കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ലൈഫ് എപ്പോഴും ചേഞ്ച് ആവുന്നത്. ആ ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും, നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഞാനിങ്ങനെ നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു. എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. എന്താ പറയാ, ഞാൻ ഇത്ര ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എത്ര താഴ്ച ഉണ്ടായാലും ആരും തളരരുത്, മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും നിങ്ങൾ ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. ഓൾ ഞാൻ റേസ് കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് നീച്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു. ഡിഗ്രി PG ഒക്കെ അവിടെ തന്നെയാണ് ചെയ്തത്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഫ്റ്റ്ബോൾ ടീം അംഗമായിരുന്നു. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി തേർഡ് പ്രൈസ് വന്ന കാലിക്കറ്റ് ടീമിലെ മെമ്പറായിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മെമ്പറായിരുന്നു. അതുപോലെ സോഫ്റ്റ്ബോൾ കേരള ടീം അംഗമായിരുന്നു, ബേസ്ബോളിലും. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ അച്ചീവ്മെന്റ് നേടാൻ സാധിക്കുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും. അതെന്താണെന്ന് കണ്ടെത്തിയാൽ അതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ എല്ലാവർക്കും നല്ല അച്ചീവ്മെന്റ് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ സാറ് പറഞ്ഞു, ഒളിമ്പിക്സിൽ ഇന്ത്യ 7 മെഡലാണ്, ഒരു ഗോൾഡ് അടക്കം 7 മെഡലാണ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ 2021.